വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ സഫേദ് ഗുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാം പാർട്ടാണ്. കുറച്ച് ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സഫേദ് ഗുഡ് എന്ന് പറയുന്ന കഹാനി സർവേശ്വർ ദയാൽ സക്സേനയാണ് എഴുതിയിട്ടുള്ളത്. ഈ കഥയിൽ വെള്ള ശർക്കര കഴിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. കടയിൽ പല ദിവസങ്ങളായി ഇവനിത് കാണുന്നു. വളരെ ആഗ്രഹത്തോടെ അമ്മയോട് വന്ന് പറയുന്നു. പക്ഷെ അമ്മയുടെ കയ്യിൽ അത് വാങ്ങിക്കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല. അമ്മയും കുട്ടിയും നല്ല ഈശ്വരഭക്തിയുള്ള ആളുകളായിരുന്നു. നല്ല സ്വഭാവത്തിനുടമയായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ എല്ലാവരും അഭിനന്ദിക്കുമായിരുന്നു. ഇവൻ വളരെ മര്യാദയുള്ള കുട്ടിയാണെന്നും ഈശ്വരൻ ഇവനെ സഹായിക്കുമെന്നും പലരും പറയാറുണ്ടായിരുന്നു. കുട്ടിയും അംഗീകരിക്കുന്നു, ഈശ്വരൻ എന്നെ സഹായിക്കുമായിരിക്കുമെന്ന്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. उस दिन जब वह सफ़ेद गुड़ खाने के लिए बेचैन था, तब उसे ईश्वर याद आया. उसने खुद को धिक्कारा. उसे माँ से पैसे मांगकर माँ को दुखी नहीं करना चाहिए था. ईश्वर किस दिन के लिए है? ईश्वर का ख्याल आते ही वह खुश हो गया. उसके अंदर एक विचित्र सा उत्साह आ गया, क्योंकि वह जानता था कि ईश्वर सबसे अधिक ताकतवर है. वह सब जगह है और सब कुछ कर सकता है. ऐसा कुछ भी नहीं जो वह न कर सके. तो क्या वह थोड़ा सा गुड़ नहीं दिला सकता उसे, जो कि बचपन से ही उसे पूजा करता आ रहा है और जिसने कभी कोई बुरा काम नहीं किया, कभी चोरी नहीं की, किसी को सताया नहीं. उसने सोचा और इस भाव से भर उड़ा कि ईश्वर ज़रूर उसे गुड़ देगा. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. ഉസ് ദിൻ ജബ് വഹ് സഫേദ് ഗുഡ് ഖാനെ കെ ലിയെ ബേചൈൻ ദ. ഉസ് ദിൻ ആ ദിവസം, ജബ് എപ്പോഴാണോ, വഹ് അവന്, സഫേദ് ഗുഡ് വെള്ള ശർക്കര, ഖാനെ കെ ലിയെ തിന്നുന്നതിനുള്ള, ബേചൈൻ ദ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നത്. ആ വെള്ള ശർക്കര കഴിക്കണം എന്നും പറഞ്ഞ് അവൻ്റെ മനസ്സ് വല്ലാതെ ബേച്ചൈൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത, എന്താ പറയുക, സമാധാനമില്ലായ്മ എന്നുള്ളൊരർത്ഥമാണ്. വെള്ള ശർക്കര കഴിക്കണമെന്നുള്ള അവൻ്റെ മനസ്സിലേക്ക് അതിയായ ആഗ്രഹം വന്നത്. തബ് ഉസേ ഈശ്വർ യാദ് ആയ. അപ്പോൾ അവന് ദൈവത്തെ ഓർമ്മ വന്നു, ഈശ്വരനെ അവന് യാദ് ഓർമ്മ വന്നു. ഉസ്നോ ഖുദ് കോ ധിക്കാര. അവൻ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ധിക്കാര കുറ്റപ്പെടുത്തി, അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തി. ഉസേ മാസേ പൈസേ മാങ്കർ മാക്കോ ദുഃഖി നഹി കർണ ചാഹിയേതാ. അവൻ എന്താണ് അവനെ തന്നെ കുറ്റപ്പെടുത്താൻ കാരണം? അമ്മയോട് പൈസ ആവശ്യപ്പെട്ട് അമ്മയെ ദുഃഖിപ്പിക്കേണ്ടിയിരുന്നില്ല അല്ലേ. കുട്ടി ചെന്ന് പൈസ ഇല്ലയെന്ന് അറിഞ്ഞിട്ടും അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് അത് വളരെ വിഷമമായി എന്ന് കുട്ടിക്കറിയാം. അവൻ തന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. മാസെ അമ്മയോട്, പൈസയെ മാങ്കർ പൈസ ആവശ്യപ്പെട്ടിട്ട്, മാക്കോ അമ്മയെ, ദുഃഖി നഹി കർണ ചാഹിയേത ദുഃഖിപ്പിക്കേണ്ടതില്ലായിരുന്നു. ഈശ്വർ കിസ് ദിൻ കേലിയേ ഹേ. അവൻ ചിന്തിക്കുകയാണ്, ഈശ്വരൻ പിന്നെ എപ്പോഴേക്കാണുള്ളത്, എന്നത്തേക്കാണ് ഈശ്വരൻ എന്നെ സഹായിക്കുക. ഈശ്വർ കാ ഖ്യാൽ ആത്തേഹി. ദൈവത്തെക്കുറിച്ചുള്ള ഖ്യാൽ, ചിന്ത, ആത്തേഹി വന്നപ്പോൾ തന്നെ വഹു ഖുഷ് ഹോഗയ. അവന് വല്ലാത്ത സന്തോഷമുണ്ടായി. കാരണം എപ്പോഴും ഈശ്വരനെ, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ് അവൻ. അപ്പോൾ ഈ ദൈവം എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അവന് വല്ലാത്ത സന്തോഷമായി. ഉസ്കെ അന്തർ, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, ഏക് വിചിത്ര ഉത്സാഹമാകയ, ഒരു വിചിത്രമായ, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഉത്സാഹം, സന്തോഷം കടന്നു വന്നു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, വഹ് ജാൻതാദാക്കി, അവൻ അറിയാമായിരുന്നു, കി എന്തെന്നാൽ, ഈശ്വരൻ, ദൈവം, സബ്സെ അധിക താക്കത്വർ ഹേ, ഈശ്വരൻ എല്ലാവരേക്കാളും ശക്തനാണ് എന്ന് അവൻ അറിയാമായിരുന്നു. താക്കത്വർ എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് കേട്ടോ. വഹ് സബ് ജഗഹ് ഹേ, അവൻ എല്ലായിടത്തുമുണ്ട്. ഈശ്വരൻ, ദൈവം എല്ലായിടത്തുമുണ്ട്. അവർ സബ് കുച്ച് കർ സക്താ ഹേ, അവനെല്ലാം ചെയ്യാൻ കഴിയും. ऐसा कुछ भी नहीं जो वह न कर सके. ऐसा ഇപ്രകാരം കുച്ച് ബി നഹി, യാതൊന്നും തന്നെ ഇല്ല, ജോ വഹ് ന കർ സക്കെ, അവനെ കൊണ്ട് കഴിയാത്തതായി. അപ്പോൾ ഈശ്വരനെ സാധ്യമാകാത്തതായിട്ടൊന്നുമില്ല എന്ന് ഈ കുട്ടിക്കറിയാം. അപ്പോൾ കുട്ടി ചിന്തിക്കുക, തോ എങ്കിൽ, ക്യാ എന്താ, വഹ് ധോടാസ ഗുഡ് നഹി ദിലാ സക്ത, എല്ലാവരേക്കാളും ശക്തിയുള്ള, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഈ ഈശ്വരന്, തോ എന്തുകൊണ്ട്, ധോടാസ അല്പം ഗുഡ് നഹി ദിലാ സക്ത, ഒരല്പം ശർക്കര തരാനാണോ പാട്. ഈശ്വരൻ എന്താ ശർക്കര തന്നൂടെ എന്ന് ഈ കുട്ടി ചിന്തിക്കുകയാണ്. ഉസേ ജോ കി बचपन से ही उसे पूजा करते आ रहा है और जिसने कभी कोई बुरा काम नहीं किया. ഉസേ ജോ,
അവൻ ഏതൊരാളാണോ ബച്പൻ കുട്ടിക്കാലത്ത് ഉസേ പൂജ കർത്ത ആ രഹാ ഹെ ഈശ്വരനെ പൂജിച്ചു കൊണ്ടുവരുന്നത്, കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരനെ സ്മരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നത് ആരാണോ അവർ ജിസ്നെ കഭി കോയി ബുരാ കാം നഹി കിയ, മോശമായിട്ടൊരു പ്രവൃത്തിയും ചെയ്യാത്ത ആൾ ആരാണോ. ഈ കുട്ടിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇവൻ മോശമായിട്ടൊരു കാര്യവും ചെയ്യാറില്ല, കുട്ടിക്കാലം മുതൽ ഈശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു. കഭി ചോരി നഹി കി, ഒരിക്കലും കളവ് ഇവൻ നടത്തിയിട്ടില്ല. കിസിക്കോ സതായ നഹീം, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. സതായ ഉപദ്രവിക്കുക, ചോരി കളവ്, ബുരാ കാമ മോശം പ്രവൃത്തി എന്നാണ്. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. അവർ ഇസ് ഭാവസെ, അവനിങ്ങനെ ചിന്തിക്കുക, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഈശ്വരനെ എപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, എന്തുകൊണ്ട് ഈശ്വരൻ എനിക്ക് വെള്ള ശർക്കര തന്നുകൂടാന്ന് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഉസ്നെ ഈശ്വരനെ കുറിച്ച് സോച്ച, ചിന്തിച്ചപ്പോൾ തന്നെ ഇസ് ഭാവ് സേ ഭർ ഉട, അവൻ്റെ മനസ്സ് വല്ലാത്തൊരു ഭാവത്താൽ നിറഞ്ഞു. ഈശ്വർ ജരൂർ ഉസേ ഗുഡ്ദേഗ, ഈശ്വരൻ എന്തായാലും തീർച്ചയായും എനിക്ക് വെള്ള ശർക്കര തരും എന്ന് ആ കുട്ടി, ഈശ്വരൻ്റെ ചിന്ത വന്നപ്പോൾ തന്നെ അവന് സന്തോഷമായി. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതല്ലേ, ഈശ്വരൻ തീർച്ചയായിട്ടും എനിക്ക് വെള്ള ശർക്കര തരും എന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ്. वह तेजी से उठा और घर के अकेले कोने में पूजा करने बैठ गया. तभी माँ ने आवाज दी, बेटा पूजा से उठने के बाद बाजार से नमक ले आना. അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, വഹ് തേസി സെ ഉട, അവൻ പെട്ടെന്ന് തന്നെ, ഈശ്വരൻ്റെ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഉട എഴുന്നേറ്റു. എന്നിട്ടോ ഘർ കെ അകേലെ കോനമേ, വീടിൻ്റെ അകേലെ ഒറ്റയ്ക്കുള്ള കോനെ, ഒരു മൂലയിൽ ഒരു അരികിൽ, പൂജാകർണെ ബൈറ്റ് ഗയ, പൂജയ്ക്കായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കാനായി വീടിൻ്റെ ഒരു റൂമിൻ്റെ മൂലയ്ക്ക് പോയി ഒറ്റയ്ക്കിരുന്നു. തഭി, അപ്പോൾ മാനെ, അമ്മയുടെ ആവാസ് ദി, ശബ്ദം കേട്ടു. അമ്മ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ബേട്ടാ മോനെ, പൂജാസെ ഉടനേക്ക് ബാധ, നീ പൂജ കഴിഞ്ഞതിന് ശേഷം ബാസാർ സെ, അങ്ങാടിയിൽ നിന്നും നമക്കിലെ ആന, ഉപ്പ് വാങ്ങിക്കൊണ്ട് വരണം. ബാസാർ അങ്ങാടി, ചന്ത എന്നൊക്കെ ഉള്ള അർത്ഥം, നമുക്ക് ഉപ്പ്. അപ്പോൾ നിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ പോയിട്ട് ഉപ്പ് വാങ്ങി വരണമെന്ന് ഇവിടെ അമ്മ മകനോട് പറയുന്നു. നെക്സ്റ്റ്. उसे लगा जैसे ईश्वर ने उसकी पुकार सुन ली है, वरना पूजा पर बैठती ही माँ उसे बाजार जाने को क्यों कहती. उसने ध्यान लगाकर पूजा की, फिर पैसे और चोला लेकर बाजार की ओर चल दिया. ഉസേ ലഗ, അവന് തോന്നി, ജൈസെ എപ്രകാരമെന്നാൽ, ഈശ്വരൻ ഉസ്കി പുകാർ സുൻലിഹെ, അവൻ്റെ വിളി കേട്ടിരിക്കുന്നു. ഈശ്വരനോട്, ദൈവത്തോട് അവനിങ്ങനെ പറഞ്ഞില്ലേ, എനിക്കെന്താ വെള്ള ശർക്കര, അവന് വെള്ള ശർക്കരയെക്കുറിച്ചുള്ള ആഗ്രഹം വന്നപ്പോൾ. അപ്പോൾ അവൻ വിചാരിക്കുക, ഈശ്വരൻ എൻ്റെ വിളി കേട്ടിരിക്കുന്നു. വർണ്ണ, അല്ലെങ്കിൽ പൂജയ്ക്കായി ബൈട്ട് തേഹി, ഇരുന്നപ്പോൾ തന്നെ, മാം അമ്മ, ഉസേ അവനെ, ബാസാർ ജാനേക്കൊക്കെയോ കഹത്തി, അങ്ങാടിയിൽ പോകണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു. ഉസ്നെ ധ്യാൻ ലഗാക്കർ പൂജാക്കി, അവൻ മനസ്സർപ്പിച്ച് പൂജ ചെയ്തു അല്ലേ. ഇപ്പോൾ ഈശ്വരൻ എൻ്റെ വിളി കേട്ടതാണെന്ന് തോന്നിയിട്ട് അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഫിർ പൈസ അവർ ചോല ലേക്കർ, പിന്നെ പൈസയും ചോല സഞ്ചിയും ലേക്കർ എടുത്തിട്ട് ബാസാർ കി ഓർ ചൽ ദിയ, അങ്ങാടിയിലേക്ക് നേരെ നടന്നു. घर से निकलते ही उसे गेट पार करने पड़ते थे. फिर गांव की गली जो ईंटों की बनी हुई थी, फिर बाजार की सड़क आती थी. घर से निकलते ही, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ, ഉസേ അവന്, ഖേത്ത് പാർ കർണേ പടുത്തേ थे, വയൽ മുറിച്ച് കിടക്കണമായിരുന്നു. പാർ കർണ തരണം ചെയ്യുക, മുറിച്ച് കിടക്കുക. അപ്പോൾ വയൽ കടന്നിട്ട് വേണം ഇവന് പോകാൻ. ഗാവ് കി ഗലി, ആ ഗ്രാമത്തിലെ തെരുവ്, ഈഠോങ്കി ബനി ഹുയിദി, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഈട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടികയാണ്. അപ്പം ഈ ഗ്രാമത്തിലെ തെരുവ്, ഇഷ്ടിക പാകിയ ആ തെരുവും കടന്നിട്ട് വേണമായിരുന്നു ബാസാർ കി സടക്ക് ആ തീതി, ആ അങ്ങാടിയിലേക്കുള്ള റോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ വയൽ കടന്ന് ഇഷ്ടിക പാകിയ തെരുവും കടന്ന് വേണം അവന് ടൗണിലേക്ക് അല്ലെങ്കിൽ ബാസാറിലേക്കുള്ള വഴി വരികയുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവന് വയൽ മുറിച്ച് കടന്ന് അങ്ങനെ പോവുകയാണ്. ഉസ് സമയ ഷാം ഹോ ഗയി ധി, സൂരജ് ഡൂബ് രഹാ ഥാ, वह खेतों में चला जा रहा था. आंगों आदि बंद किए, ईश्वर पर ध्यान लगाए और संध्या के मंत्रों को बार बार दोहराते हुए, उसे याद नहीं उसने कितनी देर में खेत पार किए. लेकिन जब वह गांव की ईंटों की गली में आया, तब सूरज डूब चुका था और अंधेरा छाने लगा था. लोग अपने अपने घरों में थे, धुआं उड़ रहा था. ചൗപ്പായെ ഖാമോഷ് പടേ ധേ, നീം സർദി കെ ദിൻ ധേ. ഈ പാരഗ്രാഫിൽ പറയുന്നു, ഉസ് സമയം, ആ സമയം, ഷാം ഹോ ഗയി, വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഷാം, വൈകുന്നേരമാണ് ഇവന് ഈ അങ്ങാടിയിലേക്ക് ഉപ്പ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. സൂരജ് ഡൂബ് രഹാദ, സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിരുന്നു. ഡൂബിന എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ്. സൂര്യൻ ഇവിടെ അസ്തമിച്ച് തുടങ്ങിയിരുന്നു. വഹ് ഗേത്തോമേ ചലാ ജാ രഹാദ,
അവൻ വയലിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആങ്കോം ആദി ബന്ധിക്കിയെ, കണ്ണുകൾ പകുതി അടച്ച് ഈശ്വർ പ്യർ ധ്യാൻ ലഗായി, ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുകൾ പകുതി ചിമ്മിക്കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അവർ സന്ധ്യാക്കി മന്ത്രവും സന്ധ്യാമന്ത്രങ്ങൾ ബാർ ബാർ പലതവണ ദൊഹരാത്തെ ഹുയെ, ഉരുവിട്ടുകൊണ്ട്, ദൊഹരാന ഉരുവിടുക. അപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ പകുതി അടച്ച് ഇവനിങ്ങനെ ആ വഴിയിലൂടെ വയലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉസെ യാദ് നഹീം, അവൻ ഓർമ്മയില്ല. ഉസ്സനെ കിത്തനി ദേർ മേങ്കേത്ത് പാർക്കി, അവൻ ഓർമ്മയില്ല എത്ര നേരം എടുത്താണ് അവൻ ആ വയല് മറികടന്നത് എന്ന്. ലേക്കിൻ എന്നാൽ ജബ് വഹ്, എപ്പോഴാണോ അവൻ ഗാവിക്കി ടോങ്കി ഗലീമേം, ഗ്രാമത്തിലെ ഇഷ്ടിക പാകിയ ആ തെരുവിൽ എത്തിച്ചേർന്നത്, തബ് അപ്പോൾ സൂരജ് ഡൂബ് ചുഗാത, സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരുവിധം ഇരുട്ട് മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ ആ തെരുവിലെത്തിയപ്പോഴേക്കും. അവർ അന്തേര ചാനയിലെക്കാതെ, അന്തേര ഇരുട്ട്, ചാന വ്യാപിക്കുക, ഇരുട്ടെല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ലോഗ് ജനങ്ങൾ അപ്പിനെ അപ്പിനെ ഘറോമേതെ, അവരവരുടെ വീടുകളിലായിരുന്നു. ദുവാ മുടുരഹാദ, വീടുകളിൽ നിന്ന് പുകകളെല്ലാം ഉയരുന്നുണ്ടായിരുന്നു. ദുവാ എന്ന് പറഞ്ഞാൽ പുകയാണ് കേട്ടോ. ചൗപ്പായെ ഖാമോഷ് പടേതെ, ചൗപ്പായ നാൽക്കവലകളെല്ലാം നിശബ്ദമായിരുന്നു. ഖാമോഷ് എന്ന് പറഞ്ഞാൽ നിശബ്ദം. നീം സർദിക്കെ ദിന്തേ, സർദി എന്ന് പറഞ്ഞാൽ ശക്തമായ തണുപ്പാണ് കേട്ടോ. മരം കോച്ചുന്ന തണുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശക്തമായ തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഉപ്പ് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോവുകയാണ്. വൈകുന്നേര സമയമായിട്ടുണ്ട്. അവൻ ഈശ്വര മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് കണ്ണടച്ച് അങ്ങനെ ആ വയലിലൂടെ വന്ന് അവൻ ആ ഇഷ്ടിക പാകിയ തെരുവിലെത്തുന്നു. അപ്പോഴേക്കും സൂര്യൻ പാടെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. തെരുവുകളെല്ലാം നിശബ്ദമായിരുന്നു. ആളുകളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ശക്തമായ തണുപ്പും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരുന്നു. നെക്സ്റ്റ്, उसने पूरी आंख खोलकर बाहर का कुछ भी देखने की कोशिश नहीं की. वह अपने भीतर देख रहा था, जहां गहरे अंधेरे में चिलमिलाता प्रकाश था, ईश्वर का प्रकाश. और उस प्रकाश के आगे वह आंखें बंद किए मंत्र पाठ कर रहा था. उसने അവൻ പൂരി ആങ്ക് കണ്ണ് മുഴുവൻ ഖോൽക്കർ തുറന്നിട്ട് ബാഹർ കാ കുച്ച് ബി ദേക്കിനെ കി കോഷിഷ് നഹി കി, പുറത്തുള്ളതൊന്നും കാണാൻ അവൻ ശ്രമിച്ചില്ല. കണ്ണ് പൂർണ്ണമായും തുറന്ന് പുറംകാഴ്ചകൾ കാണാൻ അവൻ ശ്രമിച്ചതേയില്ല. കോശിഷ് കർണ, പരിശ്രമിക്കും. വഹ് അപ്പിനെ ഭീതർ ദേഖ് രഹാദ, അവൻ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ജഹാം ഗഹരെ അന്തേരെ മേം ചിൽ മിലാത്ത പ്രകാശിത, അവിടെ കനുത്ത ഇരുട്ടിൽ മിന്നുന്ന ഒരു നറുവെട്ടം അവന് കാണാമായിരുന്നു. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അവന് ചിൽമിലാത്ത മിന്നിത്തിളങ്ങുന്ന ഒരു പ്രകാശം അവന് കാണാമായിരുന്നു. ഈശ്വർ കാ പ്രകാശ്, അവൻ വിശ്വസിച്ചു അതാരുടെ പ്രകാശമാണ്? ദൈവത്തിൻ്റെ ഈശ്വര പ്രകാശമാണ്. അവർ ഉസ് പ്രകാശിക്ക് ആകെ, ആ ഈശ്വര പ്രകാശത്തിന് മുമ്പിൽ ആങ്കേം ബന്ധിക്കിയെ, കണ്ണുമടച്ച് മന്ത്രപാട് കർ രഹാദ, മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെങ്ങനെ ഈശ്വരനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്നു. अचानक उसे आजान की आवाज़ सुनाई दी. गांव के सिरे पर एक छोटी सी मस्जिद थी. उसने थोड़ी सी आंखें खोलकर देखा. अंधेरा काफी गाढ़ा हो गया था. मस्जिद के एक कमरे बराबर दालान में लोग नमाज के लिए इकट्ठा होने लगे थे. उसके भीतर एक लहर सी आई. उसके पैर टिटक गए, आंखें पूरी बंद हो गई. वह मन ही मन कह उठा, ईश्वर यदि तुम हो और मैंने सच्चे मन से तुम्हारी पूजा की है तो मुझे पैसे दो यही इस वक्त. എന്താണ്? അച്ചാനക്, പെട്ടെന്ന്, ഉസെ അവനെ, ആസാൻ കി ആവാസുനായി, ആസാൻ ബാങ്ക് വിളിക്കുക, മുസ്ലിം പള്ളികളിൽ നിന്നൊക്കെ കേൾക്കുന്ന ബാങ്കിനെയാണ് ആസാൻ എന്ന് പറയുന്നത്. അജാനക് പെട്ടെന്ന്, ഉസെ അവന്, ആസാൻ കി ആവാസ് ബാങ്കിൻ്റെ ശബ്ദം, സുനായി ദി കേൾക്കാൻ തുടങ്ങി. ഗാവ് കെ സിറേ പർ, ഗ്രാമത്തിൻ്റെ അങ്ങേ തലക്ക്, എക്ക് ചോട്ടി സി മസ്ജിദ് ദി, ഒരു ചെറിയ മസ്ജിദ് ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഉസ്നെ ധോഡി സി ആങ്കെ ഖോൽക്കർ ദേഖ, അവൻ അല്പം കണ്ണു തുറന്നൊന്ന് നോക്കി. അന്ധേര കാഫി ഘടാ ഹോഗയാത, ഇരുട്ട് കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു, കൂരിരുട്ടായിരുന്നു. മസ്ജിദ് കെ ഏക് കമരെ ബരാബർ, മസ്ജിദിൻ്റെ ഒരു മുറിയുടെ അത്രയുമുള്ള, ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യമായ, ഒരു മുറിക്ക് തുല്യമായ, ദാലാൻമേം വരാന്തയിൽ, ലോഗ് ജനങ്ങൾ, നമാസ് കേലിയെ നമസ്കാരത്തിന് വേണ്ടി, ഇക്കട്ടാ ഹോനെ ലഗീദേ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. നമാസ് നമസ്കാരം, ബരാബർ തുല്യം, ദാലാൻ വരാന്ത. അപ്പം ആ മസ്ജിദിൻ്റെ ഒരു ചെറിയ മുറിയിൽ എല്ലാവരും കൂടി നമസ്കാരത്തിനായി ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഉസ്കെ ഭീതർ, അവൻ്റെ ഉള്ളിൽ, ഏക് ലഹർ സി ആയി, ഒരു തിരമാല അലയടിച്ചു വന്നു. ഉസ്കെ പൈർ ടിട്ടക്കുകയെ, അവൻ്റെ കാലുകൾ അവിടെ നിശ്ചലമായി. ടിട്ടക്കുഹന നിശ്ചലമാവുക.
ആങ്കേം പൂരി ബന്ധു ഹോഗി, അവൻ കണ്ണുകൾ പൂർണ്ണമായും അടച്ചു. വഹു മൻ ഹി മൻ കഹു ഉട, അവൻ അവൻ്റെ മനസ്സോട് പറഞ്ഞു, ഈശ്വര യദി ഒരുപക്ഷെ തും ഹോ, നിങ്ങൾ ഉണ്ട് എങ്കിൽ, മേനെ സച്ചേ മനസ്സേ തുമാരെ പൂജ കീ ഹേ തോ, ഞാൻ സത്യമായ മനസ്സോടെ നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ പൂജിച്ചിട്ടുണ്ട് എങ്കിൽ, തോ എങ്കിൽ മുജ്ജെ പൈസേ ദോ, എനിക്ക് പൈസ തരൂ. യഹീം ഇസ് വക്ത്, എനിക്ക് ഈ സമയം, വക്ത് എന്ന് പറഞ്ഞ സമയം, എനിക്ക് ഇപ്പം പൈസ തരൂ. ദൈവമേ, നീ ഉണ്ട് എങ്കിൽ, എൻ്റെ സത്യസന്ധമായ മനസ്സോടെ ഞാൻ നിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, എനിക്ക് ഈ നിമിഷം പൈസ തരൂ ദൈവമേ എന്ന് ഈ കുട്ടി മനസ്സാ പ്രാർത്ഥിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. वही गली में बैठ गया, उसने ज़मीन पर हाथ रखा, ज़मीन ठंडी थी, हाथों के नीचे कुछ चिकना सा महसूस हुआ, उल्लास की बिजली सी उसके शरीर में दौड़ गई. उसने आंखें खोल कर देखा, अंधेरे में उसकी हथेली में एक अट्टनी दमक रही थी. वह मन ही मन ईश्वर के चरणों में लौट गया, खुशी के समुद्र में झूलने लगा. उसने उस अट्टनी को बार बार निहारा, चूमा, माथे से लगाया, क्योंकि वह एक अट्टनी ही नहीं थी, उस गरीब पर ईश्वर की कृपा थी. उसकी सारी पूजा और सच्चाई का ईश्वर की ओर से इनाम था. എന്താണ്? വഹി ഗലി മേം ബൈറ്റ് ഗയ, അവൻ അങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗലിയിൽ, ആ തെരുവിൽ ബൈറ്റ് ഗയ, ഇരുന്നു. ഉസ്നെ ജമീൻ പർ ഹാത്ത് രഖ, അവൻ ആ മണ്ണിലേക്ക് കൈവച്ചു, ജമീൻ നിലത്തേക്ക് കൈവച്ചു. ജമീൻ ഠണ്ടീതി, നിലം തണുത്തതായിരുന്നു. ഹാത്തോങ്കി നീച്ചെ കുച്ച് ചിഗ്നാസ മഹസൂസ് ഹുവ, കൈകൾക്ക് താഴെ മിനുസമുള്ള പോലെ എന്തോ അനുഭവപ്പെട്ടു. അതാണ് ചിഗ്നാസ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള, മഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവം. ഉല്ലാസ് കി ബിജലി സി ഉസ്കെ ശരീർ മേ ദൗഡ് ഗയി, സന്തോഷത്തിൻ്റെ വൈദ്യുതി പ്രവാഹം അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ഉല്ലാസത്തിൻ്റെതായ ഒരു മിന്നൽ പ്രവാഹം അവൻ്റെ ശരീരത്തിലൂടെ ഓടി വന്നു എന്ന് പറഞ്ഞാൽ അവന് വല്ലാത്ത സന്തോഷമായി. ഉസ്നെ, അവൻ ആംഖേം ഗോൽക്കർദേക്ക, കണ്ണു തുറന്നു നോക്കി. അന്ധേരേമേം, ഇരുട്ടിൽ, ഉസ്കി ഹത്തേലിമേ, അവൻ്റെ കൈവെള്ളയിൽ, ഹത്തേലി എന്ന് പറഞ്ഞാൽ കൈവെള്ള, 8 അണ, അട്ടനി എന്ന് പറഞ്ഞാൽ 8 അണ, പണ്ടൊക്കെ നമ്മൾ പൈസയ്ക്ക് അണ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഒരു 8 അണ അട്ടനി അവൻ്റെ കയ്യിലിരുന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ധമക്ക് രഹീതി എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അപ്പോൾ ഇരുട്ടിൽ അവൻ്റെ ഉള്ളം കയ്യിൽ ഒരു 8 അണ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലത്ത് നിന്ന് അവനൊരു അണ കിട്ടി, പൈസ കിട്ടി. മൻ ഹി മൻ ഈശ്വർ കി ചരണോമ്യ ലോട്ടുകയ, അവൻ മനസ്സാ ഈശ്വരൻ്റെ പാദങ്ങളിൽ കിടന്നുരുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈശ്വരനെ വീണ്ടും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഖുഷിക്ക് സമുദ്രമേ ചൂലിനേരേഖ, സന്തോഷത്തിൻ്റെ സമുദ്രത്തിൽ അവൻ ആടാൻ തുടങ്ങി. ഉസ്നെ ഉസ് അട്ടനീക്കോ ബാർ ബാർ നിഹാര, അവൻ ആ 8 അണ വീണ്ടും വീണ്ടും നിഹാര നോക്കി. ചൂമ, ചുംബിച്ചു. മാത്തേസെ ലഗായ, നെറ്റിയോട് ചേർത്തു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, വഹ് ഏക്ക് അട്ടന്നി ഹി നഹീദി, അവന് കേവലം അത് വെറുമൊരു അട്ടന്നി, 8 അണ മാത്രമായിരുന്നില്ല. ഉസ് ഗരീബ് പർ, ആ ദരിദ്രന് മേൽ, ഈശ്വർ കി കൃപാതി, ഈശ്വരൻ്റെ കൃപയായിരുന്നു, ഈശ്വരൻ്റെ നന്ദിയായിരുന്നു. ആ പാവപ്പെട്ട കുട്ടിക്ക് ഈശ്വരൻ്റെ ഒരു കൃപയായിരുന്നു അത്. ഉസ്കി സാരി പൂജ, അവൻ്റെ മുഴുവൻ പൂജയ്ക്കുമുള്ള, പ്രാർത്ഥനയ്ക്കുമുള്ള, അവർ സച്ചായി, അവൻ്റെ സത്യസന്ധതയ്ക്കുമുള്ള, ഈശ്വർ കി ഓർസെ, ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഇനാമുദ, സമ്മാനമായിരുന്നു. ഇനാമ്, ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഭാഗമുണ്ട്. അപ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഭാഗം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പാർട്ട് 3 അടുത്ത ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പഠിച്ച ഭാഗത്തിൻ്റെ മീനിങ്സ് നമുക്ക് നോക്കാം. ബേച്ചൽ, സമാധാനമില്ലായ്മ. ധിക്കാര, കുറ്റപ്പെടുത്തുക. മാങ്കിന, ആവശ്യപ്പെടുക. താക്കത്വർ, ശക്തിശാലി. ബച്പൻ, കുട്ടിക്കാലം. ബുരാക്കാം, മോശമായ പ്രവൃത്തി. ചോരി, കളവ്. സത്തായ, ഉപദ്രവിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക. അഖേലെ കോനേമേ, ഒറ്റയ്ക്ക് മൂലയിൽ. നമുക്ക്, ഉപ്പ്. ബാസാർ, ചന്ത അല്ലെങ്കിൽ അങ്ങാടി. പുകാറ്, വിളി. ധ്യാന്, ശ്രദ്ധ. ചോല, സഞ്ചി. ഈട്ട്, ഇഷ്ടിക. ശ്യാമ്, വൈകുന്നേരം. സൂരജ്, സൂര്യൻ. ഖേത്ത്, വയല്. അന്ധേര, ഇരുട്ട്. ചൗപ്പായെ, നാൽക്കവല. ഖാമോഷ്, നിശബ്ദം. ചിൽമിലാന, മിന്നിത്തിളങ്ങുക. ആസാൻ, ബാങ്ക്. നമാസ്, നമസ്കാരം. ദാലാൻ, വരാന്ത. ഇക്കട്ടാഹോന, ഒരുമിച്ച് കൂടുക. ടിടക്കുകയ, നിശ്ചലമാവുക. സച്ചേമൻ, സത്യമായ മനസ്സ്. വക്ത്, സമയം. ജമീൻ, നിലം. ചിഗ്നാസ, തിളക്കമുള്ള. മഹസൂസ്, അനുഭവം. ഹത്തേലി, ഉള്ളംകൈ. അട്ടന്നി, 8 അണ. നിഹാർന, നോക്കുക. ചൂമ, ചുംബിക്കുക. മാഥെ, നെറ്റി. ഗരീബ്, ദരിദ്രൻ.
ഇനാമും സമ്മാനം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു.